എല്ലാവർക്കും നമസ്കാരം. സർക്കാർ പ്രസ്സിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് 2 നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. സോ നമുക്ക് വന്നിരിക്കുന്ന 2 നോട്ടിഫിക്കേഷനും ഈ വീഡിയോയിൽ നോക്കാം. എക്സാമിനേഷൻ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല, ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഓരോ നോട്ടിഫിക്കേഷൻ 1 by 1 നോക്കാം. ഒന്നാമത്തെ നോട്ടിഫിക്കേഷന് കറൻസി നോട്ട് പ്രസ് നാസിക്കിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. 500-ലധികം വേക്കൻസി ഉണ്ട്, 534ഓളം വേക്കൻസി ഉണ്ട്. 20 ഏപ്രിൽ 2026 മുതൽ 19 മെയ് 2026 വരെ നമുക്ക് ഈ റിക്രൂട്ട്മെൻറ്റിന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. നമുക്ക് ഏതൊക്കെ പോസ്റ്റ് ഉണ്ട്, അതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങൾ 1 by 1 ആയിട്ട് നോക്കാം. ഒന്നാമത്തത് വെൽഫെയർ ഓഫീസറാണ്. 18 മുതൽ 30 വയസ്സിലാണ് ഏജ് ലിമിറ്റ്. സേഫ്റ്റി ഓഫീസർ 18 മുതൽ 30 വയസ്സ് ഏജ് ലിമിറ്റ്. സൂപ്പർവൈസർ ടെക്നിക്കൽ 18 മുതൽ 30 വയസ്സ് വരെ. സൂപ്പർവൈസർ പ്രിൻറ്റിംഗ് 18 മുതൽ 30 വയസ്സ് വരെ. സൂപ്പർവൈസർ IT ഉണ്ട്, 18 മുതൽ 30 വയസ്സിലാണ് ഏജ് ലിമിറ്റ്. സൂപ്പർവൈസർ മെക്കാനിക്കൽ 18 മുതൽ 30 വയസ്സ് വരെ. സൂപ്പർവൈസർ AC 18 മുതൽ 30 വയസ്സ് വരെയാണ്. സൂപ്പർവൈസർ ഇലക്ട്രീഷ്യൻ, സൂപ്പർവൈസർ ഇലക്ട്രോണിക്സ്, സൂപ്പർവൈസർ ഇങ്ക് ഫാക്ടറി, സൂപ്പർവൈസർ മെക്കാനിക്കൽ ഓർ എയർ കണ്ടീഷനിങ്, സൂപ്പർവൈസർ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ്, സൂപ്പർവൈസർ സിവില്, സൂപ്പർവൈസർ ഇൻസ്ട്രുമെന്റേഷൻ, സൂപ്പർവൈസർ ഒഫീഷ്യൽ ലാംഗ്വേജ് തുടങ്ങിയ തസ്തികയിലേക്ക് 18 മുതൽ 30 വയസ്സ് വരെയാണ്. സെക്രട്ടറി അസിസ്റ്റന്റ് തസ്തികയിലേക്ക് വേക്കൻസി ഉണ്ട്, 18 മുതൽ 28 വയസ്സ് വരെയാണ്. ആർട്ടിസ്റ്റ് ഗ്രാഫിക് ഡിസൈൻ 18 മുതൽ 28 വയസ്സ് വരെ. ജൂനിയർ ഓഫീസ് അസിസ്റ്റന്റ് ഉണ്ട്, 18 മുതൽ 28 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. ജൂനിയർ ടെക്നീഷ്യൻ പ്രിന്റിംഗ് 18 മുതൽ 25 വയസ്സ് വരെ. ജൂനിയർ ടെക്നീഷ്യൻ കൺട്രോൾ 18 മുതൽ 25 വയസ്സ് വരെ. ജൂനിയർ ടെക്നീഷ്യൻ ഇലക്ട്രിക്കൽ 18 മുതൽ 25 വയസ്സ് വരെയാണ്. ജൂനിയർ ടെക്നീഷ്യൻ ഇലക്ട്രോണിക്സ് 18 മുതൽ 25 വയസ്സ് വരെ. ജൂനിയർ ടെക്നീഷ്യൻ മെഷീനിസ്റ്റ് 25 വയസ്സ് വരെ. ജൂനിയർ ടെക്നീഷ്യൻ ഫിറ്റർ, ജൂനിയർ ടെക്നീഷ്യൻ മെക്കാനിക് മെഷീൻ ടൂള്, ജൂനിയർ ടെക്നീഷ്യൻ ഇലക്ട്രോണിക്സ്, ജൂനിയർ ടെക്നീഷ്യൻ സ്റ്റോർ, ജൂനിയർ ടെക്നീഷ്യൻ എയർ കണ്ടീഷൻ ഉണ്ട്. ഇങ്ക് ഫാക്ടറി അറ്റൻഡന്റ് ഉണ്ട്, ഇങ്ക് ഫാക്ടറി ലബോറട്ടറി അറ്റൻഡന്റ് തസ്തികയുണ്ട്. ജൂനിയർ ടെക്നീഷ്യൻ മെക്കാനിക്കൽ ഓർ എയർ കണ്ടീഷനിങ്, ജൂനിയർ ടെക്നീഷ്യൻ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ് തുടങ്ങിയ തസ്തികയുണ്ട്. 25 വയസ്സിലാണ് ഏജ് ലിമിറ്റ്. എല്ലാ പോസ്റ്റിലേക്കും ഏജിന് റിലേഷൻ ലഭിക്കുന്നതാണ്. 3 വർഷത്തിൽ OBCക്കും 5 വർഷത്തിൽ SC/ST കാൻഡിഡേറ്റ്സ് ലഭിക്കുന്നതാണ്. 534 വേക്കൻസിയാണ് ടോട്ടലി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ വന്നിരിക്കുന്ന ഷോർട്ട് നോട്ടിഫിക്കേഷനാണ്. ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ 20-ാം തീയതി റിലീസ് ആവുന്നതാണ്. ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ റിലീസ് ആകുമ്പോൾ ഡീറ്റെയിൽ വീഡിയോ കൂടി ചെയ്യാം, ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. സോ നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം. അടുത്ത നോട്ടിഫിക്കേഷൻ ഗവൺമെൻറ്റിൻ്റെ മിൻറ്റിലേക്കാണ്. സൂപ്പർവൈസർ പോസ്റ്റ് ഉണ്ട്, 2 വേക്കൻസി. സൂപ്പർവൈസർ മെക്കാനിക്കൽ 1 വേക്കൻസി. സൂപ്പർവൈസർ ഇലക്ട്രിക്കൽ 2 വേക്കൻസി ഉണ്ട്. മെറ്റലർജി, എൻഗ്രേവർ, ജൂനിയർ ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയുണ്ട്, 18 മുതൽ 28 വയസ്സ് വരെയാണ്. ജൂനിയർ ബുള്ളിയൻ അസിസ്റ്റന്റ് ഉണ്ട്, 18 മുതൽ 28 വയസ്സ് വരെ. ജൂനിയർ ഹിന്ദി ടൈപ്പിസ്റ്റ്, ലബോറട്ടറി അസിസ്റ്റന്റ്, ജൂനിയർ ടെക്നീഷ്യന്, ജൂനിയർ ടെക്നീഷ്യൻ അറ്റൻഡന്റ്, ജൂനിയർ ടെക്നീഷ്യൻ ടർണർ ഉണ്ട്, ജൂനിയർ ടെക്നീഷ്യൻ കാർപ്പൻട്രി ഉണ്ട്, ജൂനിയർ ടെക്നീഷ്യൻ ഇലക്ട്രീഷ്യൻ ഉണ്ട്, ജൂനിയർ ടെക്നീഷ്യൻ ഗോൾഡ് സ്മിത്ത് ഉണ്ട്, ജൂനിയർ ടെക്നീഷ്യൻ മെൽറ്റർ തസ്തികയുണ്ട്. അങ്ങനെ ഈ നോട്ടിഫിക്കേഷനിൽ 94 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് സൂപ്പർവൈസർ തസ്തികയിലേക്ക് ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓഫീസ് അസിസ്റ്റന്റിലേക്ക് ഗ്രാജുവേഷനാണ് ക്വാളിഫിക്കേഷൻ. ഹിന്ദി ടൈപ്പിസ്റ്റ് പോസ്റ്റിലേക്ക് ഗ്രാജുവേറ്റ് ആൻഡ് ഡിസിപ്ലിൻ, കമ്പ്യൂട്ടർ നോളജ് വിത്ത് ടൈപ്പിംഗ് സ്പീഡിന് ഹിന്ദി ഉള്ളവർക്ക് ജൂനിയർ ഹിന്ദി ടൈപ്പിസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ജൂനിയർ ബുള്ളിയൻ അസിസ്റ്റന്റിലേക്ക് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ. ലബോറട്ടറി അസിസ്റ്റന്റിലേക്ക് BSc പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്, BSc കെമിസ്ട്രി. ജൂനിയർ ടെക്നീഷ്യൻ തസ്തികയിലേക്ക് IT സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 27 ഏപ്രിലാണ്. റിക്രൂട്ട്മെന്റിൽ എക്സാമിനേഷൻ നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതല്ല. സോ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കിയതിനു ശേഷം അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യുക. ഇതിൽ സംശയമുണ്ട് കമൻറ്റ് ചെയ്യുക. താങ്ക്